Hi friends, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഓണം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. നമ്മളും ഓണസദ്യ തയ്യാറാക്കാൻ പോവുകയാണ്. തന്നെയുമല്ല ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ ഫസ്റ്റ് ഓണമാണിത്. അതുകൊണ്ട് തന്നെ ഒരു പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സേമിയ പായസമാണ്. പക്ഷേ സേമിയ പായസത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് ടോഫി സേമിയ പായസമാണ് ചെയ്തിരിക്കുന്നത്. ഷുഗറൊക്കെ കാരമൽ ചെയ്തതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇത് തയ്യാറാക്കി നോക്കുക. നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകും. ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളും ഓണം റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് റെസിപ്പി പായസം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എല്ലാം അറിയാവുന്ന സേമിയ പായസം, പക്ഷെ ഞാൻ ആ സേമിയ പായസം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ടോഫി സേമിയ പായസമാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. നല്ല ടേസ്റ്റ് ആണ് ഈ പായസത്തിന്. ഈ ഓണത്തിന് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന പായസമാണിത്. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ വറുത്ത സേമിയയാണ്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് പശുവിൻ പാലാണ്. പശുവിൻ പാലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സേമിയ മാത്രം ഇട്ടാൽ മതി, ചൗരി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് സേമിയ വരെ ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് പാലിന് 1.5 കപ്പ് സേമിയ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. വറുത്തതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ ചവ്വരി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പായസത്തിന് ചവ്വരിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു നെയ്യുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഒന്ന് വറുത്തെടുക്കുന്നത്. ചൂടായ ചട്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വറക്കാത്ത സേമിയയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് സേമിയ വറുത്തെടുക്കണം. ഈ ഒരു കളർ ആവുന്നത് വരെ സേമിയ വറുത്തെടുക്കണം. സേമിയയും അതുപോലെ ചവ്വരിയും നമുക്കൊന്ന് വറുത്തെടുക്കണം. ആ സമയത്ത് നമുക്ക് പാല് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതുപോലെ ഒരു ചെറിയ പാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. 2.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലിനി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഞാനിപ്പോൾ സേമിയ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ 4 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. ചവ്വരി വറുക്കാനായിട്ട് നമ്മൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ പായസം വെച്ചപ്പോൾ ഞാൻ പറയുന്ന പോലെ 2ാം പാലിട്ടിട്ട് ചവ്വരി വേവിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പായസത്തിൽ നമ്മൾ 2ാം പാല് 3ാം പാല് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് ഈ ചവ്വരി വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കും. പാല് തിളച്ച് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ചവ്വരി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ചവ്വരി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സേമിയയും ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ സേമിയ വേവാൻ താമസം എടുക്കും. അപ്പോൾ പാല് വറ്റിപ്പോവും, പായസം വല്ലാണ്ട് കുറുകിപ്പോവും. അപ്പോൾ ഇനി ഈ പായസം ഇവിടെ തയ്യാറാവട്ടെ. ആ സമയത്ത് നമുക്ക് ടോഫി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ടോഫി തയ്യാറാക്കാനായിട്ട് വീണ്ടും ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ 3 എന്നുള്ളത് 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. ഇതൊന്ന് ഉരുകി തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ ടോഫി ചെയ്യുന്ന സമയം മാത്രം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല, തീ കൂട്ടി വെക്കാനും പാടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, പായസത്തിന് കൈപ്രസം വരും. അപ്പോൾ ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് ഒരല്പ സമയം കൂടുതലെടുത്തിട്ട് പഞ്ചസാര മെൽറ്റാക്കി എടുക്കുക. ഈ പഞ്ചസാര ഒന്ന് ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഏറ്റവും സിമ്മി വെച്ചിരുന്നാൽ മതി, അപ്പോൾ എന്തായാലും കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. അല്പം കൂടെ കളർ മാറി വരട്ടെ. നമുക്ക് ഇളക്കി കൊടുക്കാം. തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു തേൻ്റെയൊക്കെ കളർ വന്നിട്ടുണ്ട്. ഇത്രയും കളർ വന്നാൽ മതി. ഇതിൽ കൂടുതൽ മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ വീഡിയോയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ബട്ടർ സ്കോച്ച് പുഡിംഗ് ചെയ്തപ്പോൾ കണ്ടതുപോലെ തന്നെ ഇതൊന്ന് കട്ടയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മെൽറ്റ് ആയിക്കോളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പായസത്തിൽ കിടന്നും അലത്തോളും. ഇപ്പോൾ ഈ ചൗരിയും സേമിയയും ഒക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കിയ ടോഫി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് ഈ ടോഫി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പായസം ചേർത്ത് കഴിയുമ്പോൾ നല്ല മണമാണ്. ഇനി വേണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ പായസത്തിൽ ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഈ ടോഫിയുടെയൊക്കെ മധുരം ഒന്ന് നോക്കിയിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം ചേർക്കുമ്പോൾ
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. പൊടിച്ചെടുക്കുന്നത് ഏലക്ക കൂടി ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏലക്കാട് പൊടി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാനൊരു 6 ഏലക്കയും കൂടെ ഈ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് ഈ പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സേമിയ പായസം ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. ഞാൻ ഇനി പായസത്തിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ഒക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചെറിയ പാൻ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ ഈ ചൂടായ നെയ്യിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 7 കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പരിപ്പാക്കിയ കശുവണ്ടി വേണം ചേർത്ത് കൊടുക്കാൻ. കളർ മാറി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 10-12 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് മുന്തിരി പൊന്തി വന്നോളും. നമുക്ക് പായസത്തിലേക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ആ നെയ്യോടുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തണുത്ത് വരുമ്പോൾ ഈ പായസം കുറുകി വരും. അപ്പോൾ ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടോഫി സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ, ബൈ.